കർക്കിടക മാസത്തിലെ ഈ മഴക്കാലത്ത് നമുക്കൊരു സൂപ്പ് ഉണ്ടാക്കിയാലോ? അതിനായി ഞാൻ ബീഫിൻ്റെ വാരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ചേർക്കുന്നതിനായി ഒരു 10-35 ചെറിയ ഉള്ളി തൊലി കളഞ്ഞു വെച്ചിരിക്കുന്നതാണിത്. പിന്നെ 2 ടീസ്പൂൺ ഉലുവ, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ജീരകം, 5 തണ്ട് കറിവേപ്പില എന്നിവയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. കുക്കറിലാണ് ഞാനിത് വേവിക്കുന്നത്. നന്നായി കഴുകി വാരി കുക്കറിലേക്ക് നമുക്ക് ഈ വാരി മാറ്റാം. ഇതിലേക്ക് മേമ്പാട് വെള്ളം ഒഴിക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില 2 തണ്ട്, ഉപ്പ് 1 ടീസ്പൂൺ, ഉലുവ 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ജീരകം 1/2 ടീസ്പൂൺ എന്നിവ ചേർക്കാം. ഇനി ഇതിലേക്ക് പകുതിയോളം ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ആറേഴ് വിസിൽ വരുന്നത് വരെ മൂടി വെച്ച് വേവിക്കാം. 1.25 കിലോ വാരിയാണ് ഞാൻ ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സമയം ഇതിലേക്ക് നമുക്ക് ചേർക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടാകുമ്പോൾ നമ്മൾ മുമ്പേ എടുത്തു വെച്ചിരുന്ന ഉലുവ 1 ടീസ്പൂൺ ചേർക്കാം. 1 കിലോ ബീഫിൻ്റെ വാരിക്ക് ഇവിടെ 250 രൂപയാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം. രണ്ട് തണ്ട് കറിവേപ്പില ഇടാം. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് മുമ്പേ ചേർത്തതിൻ്റെ ബാക്കി ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. കുരുമുളക് പൊടി ചേർക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ സമയം നമ്മുടെ സൂപ്പ് നന്നായി തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് ചേർക്കാം. എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് 1/2 ടീസ്പൂണും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി 2 ടീസ്പൂണും കൂടെ ചേർത്തു. വളരെ രുചികരമായ ബീഫിൻ്റെ വാരി കൊണ്ടുള്ള സൂപ്പ് റെഡിയായിരിക്കുന്നു. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം കമൻറ്റായി അറിയിക്കണേ. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. താങ്ക് യു.